ഈ അനുഗ്രഹിക്കപ്പെട്ട വൈകിയവേള, ആഴ്ചയുടെ അവസാനത്തെ ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം പഠിപ്പാൻ ദൈവം നമുക്ക് തരുന്ന ഭാഗ്യകരമായ അവസ്ഥ. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ദൈവം നമ്മിൽ ജനിപ്പിച്ചിരിക്കുന്ന ദൈവവചനത്തിനായിട്ടുള്ള വിശപ്പിനും ദാഹത്തിനും വചനത്തോടുള്ള നമ്മുടെ താല്പര്യത്തിനുമൊക്കെയായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ധാരാളം പേർക്ക് അതിന് മനസ്സില്ലാതിരിക്കുന്നു, അതിനോടൊട്ടുമേ താല്പര്യമില്ലാതിരിക്കുന്നു. എന്നാൽ നമുക്ക് ദൈവവചനത്തെ കണ്ടെത്തി ഭക്ഷിപ്പാൻ തരുന്ന ഭാഗ്യങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. അത് നമ്മിൽ നിലനിൽക്കുമാറാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വൈദ്യശാസ്ത്രപ്രകാരം വൺസ് അപ്പറ്റൈറ്റ് വിൽ പ്രൂവ് വൺസ് ഹെൽത്ത്. ഒരാളിൻ്റെ ആരോഗ്യം തൻ്റെ വിശപ്പിനെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ആരോഗ്യമുള്ള ഒരാളിന് നല്ല വിശപ്പുണ്ടായിരിക്കും. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ആഹാരം വേണ്ടാതെ വന്നാൽ, ആഹാരത്തോട് മടുപ്പ് തോന്നിയാൽ നമുക്കപ്പോഴേ അറിയാം എന്തോ പ്രയാസം, എന്തോ രോഗം. ചിലപ്പോൾ രോഗമൊന്നും അങ്ങനെ വെളിപ്പെട്ടിട്ടില്ല, നമുക്ക് രോഗമൊന്നും ഫീൽ ആകുന്നില്ല, തോന്നുന്നില്ല അങ്ങനെ. പക്ഷേ ഭക്ഷണത്തോട് താല്പര്യമില്ല, വിശപ്പില്ല, ആഹാരത്തിന് രുചി തോന്നുന്നില്ല. അതൊരു രോഗലക്ഷണമാണ്. ഇതുപോലെ ആത്മീയ ആരോഗ്യത്തിൻ്റെയും ഒരു ലക്ഷണമാണ് ദൈവവചനത്തോടുള്ള താല്പര്യം. അതിനോട് താല്പര്യക്കുറവുണ്ടാകുന്നത് ആത്മീയ രോഗലക്ഷണവുമാണ്. കർത്താവ് നമുക്ക് തരുന്ന ആത്മീയ ആരോഗ്യത്തിനും ദൈവവചനത്തോടുള്ള നമ്മുടെ താല്പര്യങ്ങൾക്കുമായി ഞാൻ വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് നമുക്ക് കുറയാതെ ഇരിക്കട്ടെ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ചിലരുണ്ട്, വിശപ്പൊക്കെ ഉണ്ട്, ആരോഗ്യമൊക്കെ ഉണ്ട്, പക്ഷേ കഴിക്കുന്നത് മുഴുവനും ജങ്ക് ഫുഡാണ്. ഭക്ഷണത്തോട് താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് ഇഷ്ടം ആരോഗ്യകരമായ ആഹാരമല്ല, ആരോഗ്യത്തെ കെടുക്കുന്ന തരത്തിലെ, രോഗങ്ങൾ വരുത്തി വയ്ക്കുന്ന തരത്തിലെ ഭക്ഷണങ്ങളാണ്. അങ്ങനെയുള്ളവർ നമ്മുടെ ഇടയിൽ ഒത്തിരി ഉണ്ട്, ധാരാളമുണ്ട്. ഭക്ഷണത്തോട് താല്പര്യം ഇല്ലാത്തവരെക്കാൾ കൂടുതൽ ഈ ജങ്ക് ഫുഡിനോട് താല്പര്യമുള്ളവരാണ് എന്ന എൻ്റെ ഒരു വിലയിരുത്തൽ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഈ ഇഷ്ടംപോലെ തട്ടുകടകൾ തുടങ്ങുന്നത്. ഇൻസ്റ്റന്റ് ഫുഡ്, അതും അസമയങ്ങളിലാണിത് മിക്കപ്പോഴും പ്രവർത്തിക്കുന്നത്. അസമയങ്ങളിലേ ഉള്ളൂ. അപ്പം ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തോടും ആത്മീയ താല്പര്യത്തോടും ആരോഗ്യത്തോടും ആത്മീയ ആഹാര രീതികളോടും തട്ടിച്ചു നോക്കിയാൽ ഇതൊക്കെ തന്നെയാണ് ശരിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തരായി നമുക്ക് ദൈവത്തിൻ്റെ, അതിന് തിരുവെഴുത്ത് പറയുന്നത് പഥ്യവചനം, അല്ലെങ്കിൽ നിർമ്മലമായ പാല്, സ്തോത്രം, അൺഅഡൾട്ടറേറ്റഡ് മിൽക്ക്, സ്തോത്രം, മായം ചേർക്കാത്തത്, വെള്ളം ചേർക്കാത്തത്,
സത്യമായിട്ടുള്ളത്. അതിനോട് താല്പര്യം പലർക്കും വളരെ കുറവാണ്. സ്തോത്രം. കർത്താവ് നമുക്ക് തരുന്ന അവസരങ്ങൾക്കും താല്പര്യങ്ങൾക്കുമായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൂടി വന്നിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിന്റെ ദാസിദാസന്മാർക്കും ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെയും അറിയിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ദൈവവചന ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 4, 5, 6 വാക്യങ്ങളാണല്ലോ നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. അവിടെ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ന്യായവിധികൾ എന്ന വിഷയമാണ്. വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം ന്യായവിധികളെ പറ്റി കാണാം. പക്ഷെ നാം ഇപ്പോൾ പഠിക്കുന്നത് പ്രധാനമായുള്ള 7 ന്യായവിധികളെ കുറിച്ചാണ്. അതിൽ രണ്ടെണ്ണത്തിൽ ഒന്ന് ഭൂതകാലപരവും അല്ലെങ്കിൽ നിവർത്തിക്കപ്പെട്ടതും, ഒരെണ്ണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. ബാക്കി ഒടുവിലത്തെ 5 ഭാവിപരമാണ്. അതിലാദ്യത്തേതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധന്മാരുടെ ന്യായവിധി. ദൈവസഭയുടെ ന്യായവിധി എന്നും അതിനെ വിളിക്കാറുണ്ട്. എന്നാൽ അതിൽ ദൈവസഭാംഗങ്ങൾ മാത്രമല്ലായിരിക്കും എന്നതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധന്മാരുടെ ന്യായവിധി എന്നതിനെ പ്രധാനമായിട്ടും സംബോധന ചെയ്യുന്നത്. ചിലർ കരുതുന്നത് ഇത് സഭയുടെ മാത്രം ന്യായവിധി ആയിരിക്കുമെന്നാണ്. എന്നാൽ നാം തിരുവെഴുത്തുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വിശുദ്ധന്മാരുടെ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുണ്ടാകുന്ന വിശുദ്ധന്മാരുടെ ഒക്കെ ന്യായവിധി നടക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും ഒടുവിലത്തെ സംഘത്തിൻ്റെതാണ് നമ്മൾ 20-ാം അധ്യായം 4 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അവിടെ അവരുടെ ന്യായവിധി നടക്കുന്നതായിട്ട് പറയുന്നില്ലെങ്കിലും അവർക്ക് പ്രതിഫലങ്ങൾ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് അവരുടെ ന്യായവിധി അവിടെ തന്നെ ഉണ്ടാകുന്നു. അതായത് പ്രതിഫല വിഭജനമാണല്ലോ ഈ ന്യായവിധി. അതുകൊണ്ട് അതിനെ പ്രത്യേകിച്ചൊരു ന്യായവിധി എന്ന് എടുത്തു പറയേണ്ടതായിട്ട് ഇല്ലതാൻ. സ്തോത്രം. നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ സംശയങ്ങൾ എന്തൊക്കെയോ ബാക്കിയുണ്ടായിരുന്നു. നമ്മൾ ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ അങ്ങ് ഇറങ്ങിയതുകൊണ്ട് സംശയ നിവാരണത്തിന് അവസരം ഉണ്ടായില്ല. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഓർമ്മയുണ്ടോ? ഓക്കെ. ഡ്രൈവ് സേഫ്. ഇപ്പം ആർക്കും ചോദ്യം ഓർമ്മയില്ലല്ലേ? രാജബ്രദർ എന്തോ ചോദിക്കാൻ വേണ്ടി തുടങ്ങിയായിരുന്നു. ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങ് നിർത്തിയതാ. ഇപ്പം മറന്നുപോയി. അങ്ങനെയൊക്കെ ഉള്ളപ്പം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ശരി, മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. നമ്മൾ ഇന്നലെ നമുക്ക് കൂടാൻ പറ്റിയില്ല. മീറ്റിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് കൂടാനായിട്ട് സാധിച്ചില്ല. യാത്രയിലായിരുന്നല്ലോ. എന്നാൽ അതിനു മുമ്പ് വ്യാഴാഴ്ച രാത്രി 1-ാം തീയതി വ്യാഴാഴ്ച രാത്രിയിൽ നാം പറഞ്ഞു നിർത്തിയത് ന്യായവിധിയും ശിക്ഷാവിധിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട 2-3 വ്യത്യാസങ്ങളെ കുറിച്ചാണ്. ആ സമയത്ത് നമ്മൾ കണ്ടു പ്രധാനപ്പെട്ട വ്യത്യാസം ന്യായാധിപന്റെ ഇരിപ്പിടം തന്നെയാണ്. വിശുദ്ധന്മാരുടെ ന്യായവിധിക്ക് വേണ്ടി ന്യായാധിപനായ കർത്താവ്
ഇരിക്കുന്നത് ന്യായാസനത്തിലാണ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. അതിനെ നമ്മൾ ബീമാ സീറ്റ് എന്നാണ് കണ്ടത്. അത് പ്രതിഫലങ്ങൾ നൽകാൻ, സമ്മാനങ്ങൾ നൽകാൻ ഒരു റഫറി, ഒരു അമ്പയർ ഇരിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ആ സ്ഥലത്തിന് പറയുന്ന പേരാണ്. അതുപോലെ നമ്മൾ പാട്ട് പാടും പോലെ പ്രതിഫലം തന്നിടുവാൻ. അപ്പോൾ പ്രതിഫലം തരാനായിട്ട് നമ്മുടെ കർത്താവ് വരികയും നമ്മെ തൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ചേർക്കുകയും ചെയ്യുന്ന കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ശിക്ഷാവിധിക്ക് വേണ്ടി കർത്താവ് ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ പേര് ത്രോണോസ് അഥവാ ത്രോൺ അല്ലെങ്കിൽ സിംഹാസനം എന്നാണ്. അത് ഏറെ മറ്റുള്ളവർ ഭയപ്പെടത്തക്ക അധികാരമുള്ള ഇരിപ്പിടമായിട്ടാണ് കാണപ്പെടുന്നത്. വിവിധ സിംഹാസനങ്ങളെ കുറിച്ചൊക്കെ നമുക്കെടുത്ത് പഠിക്കാനായിട്ടുണ്ടെങ്കിലും ഞാൻ അതിന് ഈ സമയത്ത് മുതിരുന്നില്ല. ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു വിശാല പഠനമല്ല നമ്മൾ നടത്തുന്നത്. എന്നാൽ അത്യാവശ്യം നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ബീമാ സീറ്റ് അഥവാ ക്രിസ്തുവിന്റെ ന്യായാസനം, അവിടെ വിശുദ്ധന്മാരെല്ലാവരും കൂടപ്പെടും. വിശുദ്ധന്മാരെല്ലാവരും. ഞാൻ മനസ്സിലാക്കുന്നത് 2 പ്രാവശ്യമായിട്ടാണ് ഇത് സംഭവിക്കുക. 2 പ്രാവശ്യമായിട്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ പ്രാവശ്യത്തേതാണ് നമ്മൾ ഈ വെളിപ്പാട് 20 4 മുതൽ 6 വരെ കാണുന്നത്. നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ശേഷം അർമഗദ്ദോൻ യുദ്ധം തീർന്നനന്തരം 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ടു മുൻപ് മഹാപീഡന കാലത്ത് കൊല്ലപ്പെടുന്ന വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കുന്നു. അവർക്ക് കർത്താവ് പ്രതിഫലങ്ങൾ നൽകുന്നു. ആ പ്രതിഫല വിഭജനത്തോടു കൂടെ ഈ വിശുദ്ധന്മാരുടെ ന്യായവിധി തീരുകയാണ്. എന്നാൽ ഇതിന് ഏകദേശം 7 വർഷം മുൻപാണ് കർത്താവ് മേഘങ്ങളിൽ വരുന്നതും സഭ അല്ലെങ്കിൽ അതുവരെ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് കർത്താവിങ്കിലേക്ക് ചേർക്കപ്പെടുന്നതും. അതിൽ പഴയ നിയമ വിശുദ്ധന്മാരുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. അങ്ങനെ പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ ഒരുമിച്ച് കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. ജീവനോടിരിക്കുന്ന സഭ രൂപാന്തരപ്പെടുന്നു. ജീവനോടിരിക്കുന്ന സഭ രൂപാന്തരപ്പെടും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ചർച്ചിന്റെ 3 പ്രത്യേക അവസ്ഥകളെ കുറിച്ച് ചില വേദ പഠിതാക്കൾ പറഞ്ഞിട്ടുള്ള 3 പദങ്ങൾ: ചർച്ച് മിലിറ്റന്റ്, ചർച്ച് എക്സ്പെക്ടന്റ് ആൻഡ് ചർച്ച് ട്രയംഫന്റ്. ഓർക്കുന്നുണ്ടായിരിക്കും. ഇന്ന് ഭൂമിയിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ, ആ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ സഭ, അത് ചർച്ച് മിലിറ്റന്റ്, ഭൂമിയിൽ യുദ്ധസേവയുള്ള പടയാളികളുടെ കൂട്ടമാണ്. ചർച്ച് മിലിറ്റന്റ്. നമ്മളിവിടെ യുദ്ധസേവ ചെയ്യുകയാണ്, ജീവനോടിരിക്കുന്ന സഭ. എന്നാൽ മറ്റൊന്ന്, ക്രിസ്തുവിൽ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ വിശുദ്ധന്മാരുണ്ട്. മരിച്ചുപോയവരുടെ സഭ എന്നതിനെ വിളിക്കാം. അല്ലെങ്കിൽ ക്രിസ്തുവിൽ
മരിച്ച, ക്രിസ്തുവിൽ മരിച്ച എന്ന് പറയുമ്പം ജഡത്തിലാണ് അവർ മരിച്ചത്, ആത്മാവല്ല അവരുടെ മരിച്ചത്. ക്രിസ്തുവിൽ മരിച്ച, അത് വേദപുസ്തക പ്രയോഗമാണല്ലോ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. എബ്രായർ 11 നമ്മൾ കാണുന്നുണ്ട്, അവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. അപ്പോൾ വിശ്വാസത്തിൽ മരിച്ച, ക്രിസ്തുവിൽ മരിച്ച മൃതന്മാരായ വ്രതന്മാരുടെ സഭയെ വിളിക്കുന്ന പേര് ചർച്ച് എക്സ്പെക്ടന്റ് എന്നാണ്. കത്തോലിക്കർ അതിനെ മറ്റൊരു അർത്ഥത്തിൽ എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കരുത്. ബസ്പുർഖാനായിൽ, കുട്ടിനരകത്തിൽ ഇങ്ങനെ സ്വർഗത്തിലേക്ക് കയറാനുള്ള പടി കയറി 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 ഇരിക്കുന്നവരുടെ സഭ എന്ന നിലയിലാണ് കത്തോലിക്കർ അതിനെ കാണുന്നത്. അതല്ല ഇവിടുത്തെ വിഷയം. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കളും ദേഹികളും ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥ, അതാണ് കാത്തിരിക്കുന്ന സഭ. പ്രത്യാശയോടെ ഇങ്ങനെ ഇരിക്കുന്ന സഭ, ചർച്ച് എക്സ്പെക്ടന്റ്. എന്നാൽ നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ ഈ രണ്ട് കൂട്ടരും, ചർച്ച് മിലിറ്റന്റ് ആൻഡ് ചർച്ച് എക്സ്പെക്ടന്റ്, അവർ ഈ രണ്ടു കൂട്ടരും രൂപാന്തര ശരീരികളായി യേശുക്രിസ്തുവിനോട് അനുരൂപരായി ക്രിസ്തുവിങ്കിലേക്ക് ചേർക്കപ്പെടും. അപ്പോൾ പറയുന്ന പേരാണ് ദ ചർച്ച് ട്രയംഫന്റ്, ജയാളിയായ സഭ, അജയ്യയായ സഭ. ഇനിയും അവളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. പാപത്തിനാകട്ടെ, മരണത്തിനാകട്ടെ, പിശാചിനാകട്ടെ, ലോകത്തിനാകട്ടെ, ജഡത്തിനാകട്ടെ, മനോവികാരങ്ങൾക്കാകട്ടെ, ജഡാഭിലാഷങ്ങൾക്കാകട്ടെ, ദുരാത്മാക്കൾക്കാകട്ടെ, ആർക്കും ഇനിയും അവളെ തോൽപ്പിക്കാനോ വിരുദ തെറ്റിക്കുവാനോ കഴിയാത്തതുപോലെ അവൾ ജയാളിയായി തീർന്നു. എങ്ങനെ? യേശുക്രിസ്തുവിനോട് അനുരൂപയായും യേശുക്രിസ്തുവിനോട് കൂടെയും ആക്കപ്പെട്ടു എന്നതിനാൽ. അപ്പോൾ ഈ ചർച്ച് ട്രയംഫന്റും ഈ ജയാളിയായ അജയ്യയായ സഭ, അതിൽ ജീവനോടിരുന്ന വിശുദ്ധന്മാരും മരിച്ച വിശുദ്ധന്മാരും ഒരുമിച്ച് ചേരും. അത് യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ഏകദേശം 7 വർഷത്തിന് മുമ്പ് സംഭവിക്കുന്നു. അതിനിടയിൽ സ്വർഗത്തിൽ കുഞ്ഞാടും ദൈവപിതാവുമൊത്ത്, ത്രിയേക ദൈവം ഉണ്ടവിടെ, ത്രിയേക ദൈവത്തോടും അസംഖ്യം ദൂതഗണങ്ങളോടും ചേർന്ന് ഈ സകല വിശുദ്ധന്മാരും, അതുകൊണ്ടാണ് ഒന്നാം പുനരുത്ഥാനത്തിലെ ആദ്യ പങ്കാളികളായ വിശുദ്ധന്മാരെന്ന് നമ്മൾ വിളിക്കുന്നത്. അവരൊരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കും. ഒരുപക്ഷെ ഈ 7 കൊല്ലം എടുത്തേക്കാം, നമ്മുടെ കണക്കിനുള്ള 7 കൊല്ലം എടുത്തേക്കാം ഈ ന്യായവിധിക്ക് വേണ്ടി. അത് പിതാവിന്റെ സന്നിധിയിൽ വെച്ചാണ്, വേറെ ഒരു മനുഷ്യരുടെയും മുമ്പിൽ വെച്ചല്ല. സ്തോത്രം. നമ്മൾ പൊതുവെ മക്കളെ വഴക്ക് പറയുന്നത് വേറെ ആരുടെ മുമ്പിൽ വെച്ചല്ല, വിരുന്നുകാരുടെ മുമ്പിൽ വെച്ചല്ല, റോഡിൽ വെച്ചല്ല. നല്ല ഭർത്താക്കന്മാർ ഭാര്യമാരോട് ദേഷ്യപ്പെടുന്നത് വീട്ടിനുള്ളിൽ വെച്ച. എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാലും അവര് വീടിനകത്ത് പറഞ്ഞു തീർക്കും, ആൾക്കാരുടെ മുമ്പിൽ അവർ ചെയ്യത്തില്ല. തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് പരസ്യമായിട്ടല്ല. അപ്പം ഇവിടെ വിശുദ്ധന്മാരുടെ പ്രതിഫല വിഭജനം പൊതുജനത്തിന്റെ മുമ്പിൽ വെച്ചല്ല. അവിടെ സന്നിഹിതരായിരിക്കുന്നത് പ്രധാനപ്പെട്ട 2 കൂട്ടർ, ത്രിയേക ദൈവവും ദൈവത്തിൻ്റെ ദൂതന്മാരുമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട പങ്കാളികൾ അല്ലെങ്കിൽ അവിടെ
ഹാജരായിരിക്കുന്നവർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് അക്കാര്യം സർദീസിലെ സഭയോട് പറയുന്നത്. 3-ാമത്തെ അധ്യായം, വെളിപ്പാട് 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, 3:5. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. സ്തോത്രം. പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും. അപ്പൊ ന്യായവിധി സമയത്ത് അവിടെ സന്നിഹിതരായിരിക്കുന്ന രണ്ട് കൂട്ടർ പ്രധാനമായിട്ടും ആരൊക്കെയാണെന്ന് നമുക്കിവിടെ കാണാം. ഒന്ന്, ത്രിയേക ദൈവം. പിതാവിന്റെ സന്നിധി എന്ന് പറയുമ്പോൾ പുത്രനാണ് ന്യായം വിധിക്കുന്നത്. ത്രിയേക ദൈവം ഒരുമിച്ചുണ്ട്. അവർ വേറെ വേറെ, ഒരാളില്ലാതെ വേറെ രണ്ടുപേര്, അല്ലെ വേറെ മറ്റ് രണ്ടുപേരില്ലാതെ ഒരാൾ എവിടെയുമില്ല. ത്രിയേക ദൈവം. അതുകൊണ്ട് ദൈവമെന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവം എന്ന് അർത്ഥമാക്കിക്കൊള്ളണം. ത്രിയേക ദൈവമുണ്ട്, പിന്നെ ദൈവത്തിൻ്റെ സകല ദൂതന്മാരുമുണ്ട്. പിന്നെ മൂന്നാമത്തെ കൂട്ടർ നമ്മൾ ന്യായം വിധിക്കപ്പെടുന്ന സകല വിശുദ്ധന്മാരുമുണ്ട്. അപ്പൊ നമ്മുടെ ന്യായവിധിയാണല്ലോ നടക്കുന്നത്, അതുകൊണ്ട് അത് എടുത്തു പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 3 കൂട്ടരായിരിക്കും അവിടെ ഉള്ളത്. അതിൽ ഒരു കൂട്ടരുടെയാണ് ന്യായവിധി നടക്കുന്നത്. അവിടെ സന്നിഹിതർ, അവിടെ ഹാജരായിരിക്കുന്ന മറ്റ് 2 കൂട്ടർ ത്രിയേക ദൈവവും ദൈവത്തിന്റെ ദൂതന്മാരും. മറ്റാരുടെയും മുൻപിലല്ല നമ്മുടെ ന്യായവിധി നടക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ മഹാപീഡനം നടന്നുകൊണ്ടിരിക്കുന്ന 7 വർഷം സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരുടെ ന്യായവിധി നടക്കുകയായിരിക്കും. ന്യായവിധിയുടെ അർത്ഥം നമ്മൾ കണ്ടു. പ്രതിഫല വിഭജനമാണ് അവിടുത്തെ കാര്യം. അല്ലാതെ കുറ്റം വിധിക്കാനല്ല, ശിക്ഷ വിധിക്കാനല്ല. അതിനുള്ള കാരണവും നമ്മൾ കണ്ടു. ഒരുവൻ ക്രിസ്തുവിൽ ആകുന്ന അതേ നിമിഷം തന്നെ അവൻ്റെ ചരിത്രം മാറുകയാണ്. അത് ഈ ന്യൂജൻ പ്രസംഗകരുടെ ഭാഷയല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ്റെ ചരിത്രം മാറും എന്ന് പറയുന്നത് വീട് മാറും, വണ്ടി മാറും, സോഷ്യൽ സ്റ്റാറ്റസ്, സാമൂഹിക എന്താണ് പറയുന്നത്, സ്ഥാനമാനങ്ങൾ മാറും എന്നർത്ഥമൊന്നുമല്ല. നമ്മുടെ ചരിത്രം പാപി എന്ന നിലയിലായിരുന്നു. പാപിയുടെ അവസ്ഥകളൊക്കെ നമുക്കറിയാം. പാപിയായ മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ, വീണ്ടും ജനിക്കുമ്പോൾ, ഇതെല്ലാം ഒരേ സമയം നടക്കുന്ന കാര്യമാണ്. കർത്താവ് അവന്റെ പാപങ്ങളെ അവങ്കൽ നിന്ന് മാറ്റുന്നു. അവന്റെ മുഴുവൻ പാപങ്ങളെയും യേശുവിൻ്റെ രക്തത്തിൽ കഴുകി വെടിപ്പാക്കുന്നു. നമ്മൾ വെളിപ്പാട് 17-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ തന്നെ കണ്ടതാണ്. അവർ കുഞ്ഞാടിന്റെ ചോരയിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെടുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ്. എത്ര വലിയ പാപിയും രക്ഷിക്കപ്പെടുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. യേശുവിൻ്റെ രക്തത്താൽ ആ വ്യക്തി കഴുകൽ പ്രാപിക്കുന്നു. അവൻ്റെ അതുവരെയുള്ള സകല പാപങ്ങളും മോചിക്കപ്പെടുന്നു, അവങ്കൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നു. പല പദങ്ങൾ അതിനു വേണ്ടിയുണ്ട്, അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിലൊരു പദമാണ് ബ്ലോട്ടഡ് ഔട്ട്. പാപത്തെ മുഴുവനും വെടിപ്പാക്കുന്നു, മുഴുവനും കഴുകിക്കളയും, ഇറേസ് ചെയ്യുകയാണ്. ഇറേസിങ്
in a way which cannot be recovered. Unrecoverable ആയി തിരിച്ചൊരു തരത്തിലും എടുക്കാൻ കഴിയാത്തതുപോലെ എത്ര കൊടും പാപിയുടെയും മുൻകാല പാപ ജീവിത ചരിത്രം മാറ്റപ്പെടുന്നു. അവ പിന്നെ ഓർക്കുന്നതേയില്ല. കർത്താവ് അവയെ പിന്നെ ഓർക്കുന്നതേയില്ല. നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, പസഫിക് ഓഷ്യനിലെ, പസഫിക് മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ, സമുദ്രങ്ങളിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ ഗർത്തമുള്ളത് പസഫിക്കിലാണ്. മാരിയാന ട്രഞ്ച് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതാണ് മീഖ പ്രവാചകൻ പറയുന്നത്, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയുന്നു. സ്തോത്രം. സമുദ്രത്തിന്റെ ആഴത്തിൽ. ഒരുപക്ഷെ അതിനേക്കാൾ ആഴമുള്ള സ്ഥലം വേറെയും കണ്ടേക്കാം. എന്നാൽ ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ആഴമേറിയ സ്ഥലമാണ്. ഭൂമിയുടെ പരപ്പിലെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റ് കൊടുമുടി പിഴുതെടുത്ത് ഈ ഗർത്തത്തിൽ കൊണ്ടിട്ടാലും ആ എവറസ്റ്റിന് മുകളിൽ 2 കിലോമീറ്ററോളം വെള്ളം പിന്നെയും നിൽക്കും. അത്രയ്ക്കും ആഴമുള്ള, അത്രയ്ക്കും കുഴിയുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള ആഴത്തിലേക്ക് കർത്താവ് നമ്മുടെ മാനസാന്തരപ്പെടുന്ന ഒരാളിന്റെ പാപത്തെ ഇട്ടുകളയുന്നു. കർത്താവ് അതിനെ പിന്നെ ഓർക്കുന്നില്ല. അതുകൊണ്ട് ആ പാപങ്ങളൊന്നും ഈ വിശുദ്ധന്മാരുടെ ന്യായവിധിയിൽ പരാമർശിക്കപ്പെടുന്നില്ല. എന്നാൽ നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചെയ്യുന്ന ഓരോന്നിനും കണക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രവർത്തികളുടെ വിലയിരുത്തൽ നടക്കും. Our works will be evaluated. അതുപോലെ the master will take account from us. നമ്മോട് കണക്ക് ചോദിക്കും. നമുക്ക് കണക്ക് കൊടുക്കേണ്ട എല്ലാ ന്യായവിധിയിലും കണക്ക് കൊടുക്കണം. ഇവിടെ വിശുദ്ധന്മാർക്ക് ശിക്ഷാവിധിയില്ലെങ്കിൽ കൂടെ എന്ത് ചെയ്തേ പറ്റൂ? കണക്ക് കൊടുത്തേ പറ്റൂ. We are accountable as saints. Before this judgment bema seat of Christ, every saint is obliged to give an account to the master, to the giver, to the owner, to the father, for everything we received from him. നമുക്ക് ലഭ്യമായ സകലത്തിനും വേണ്ടി നാം തിരുമുമ്പാകെ കണക്ക് കൊടുക്കണം. സ്തോത്രം. കണക്ക് കൊടുക്കണം. അതിൽ കഴിഞ്ഞ ദിവസം ചോദിച്ചതായിരുന്നു പാപം ചെയ്യുന്നതിനെ സംബന്ധിച്ച്. ഇങ്ങനെ കഴുകൽ പ്രാപിച്ചാൽ, യേശുവിൻ്റെ വിശുദ്ധമായ അങ്കി നാം ധരിച്ചാൽ, കർത്താവിൻ്റെ വിശുദ്ധമായ അല്ല പരിശുദ്ധമായ അങ്കി നാം ധരിക്കുന്നതിന് പറയുന്ന പേരാണ് നീതീകരണം. യെസ്, ജസ്റ്റിഫിക്കേഷൻ. നമ്മളതും 2-3 പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് നീതീകരണം, യേശുവിൻ്റെ നീതി നമ്മുടെ നീതിയായി കണക്കിടപ്പെടുന്ന അവസ്ഥയാണ്. പാപത്താൽ നഗ്നരായ നമ്മെ പാപമില്ലാത്ത ദൈവകുഞ്ഞാടിൻ്റെ നീതിയുടെ അങ്കി ധരിപ്പിക്കുന്ന പ്രക്രിയയുടെ പേരാണ് നീതീകരണം.
അങ്ങനെ നീതീകരിക്കപ്പെട്ട നാം ദൈവമുമ്പാകെ ന്യായവിധിക്ക് വേണ്ടി ചെല്ലുമ്പോൾ നമ്മുടെ സകല പ്രവർത്തികളെയും ദൈവം വിലയിരുത്തും. 2, ദൈവം നമുക്ക് തന്ന സകല വിഷയങ്ങളിലും നമ്മോട് കണക്ക് ചോദിക്കും. അത് വിശുദ്ധനോടും അശുദ്ധനോടും അങ്ങനെ തന്നെയാണ്. നമ്മോട് പ്രത്യേകാൽ അശുദ്ധനോട് കർത്താവ് ചോദിക്കുന്ന കണക്ക്, അല്ലെങ്കിൽ ഒരു പാപിയോട് കർത്താവ് ചോദിക്കുന്ന കണക്ക്, ഞാൻ നിനക്ക് ക്രിസ്തുവിനെ തന്നു, നീ എന്ത് ചെയ്തു? ഞാൻ നിനക്ക് ആയുസ്, നിനക്ക് അസ്തിത്വം തന്നു, നീ ഈ ആയുസ് കൊണ്ട് എന്ത് ചെയ്തു? പ്രധാനമായിട്ടും ഈ 2 കാര്യങ്ങളാണ്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ കീഴിൽ വരും. അശുദ്ധന്മാരുമായി, ദുഷ്ടന്മാരുമായി, പാപികളുമായുള്ള ബന്ധത്തിൽ. എന്നാൽ വിശുദ്ധന്മാരോട് കർത്താവ് കണക്ക് ചോദിക്കുന്നത്, കർത്താവ് നമുക്ക് രക്ഷദാനമായിട്ട് തന്നു, നാം രക്ഷിക്കപ്പെട്ടു. പക്ഷേ ആ രക്ഷയെ കൊണ്ട് നാം എന്ത് ചെയ്തു? ആ രക്ഷയെക്കുറിച്ച് നമുക്ക് അഷ്വറൻസ്, നമുക്ക് ഉറപ്പുണ്ടായിരുന്നോ? ആ രക്ഷയിൽ നമുക്ക് സന്തോഷം, ജോയ് ഓഫ് സാൽവേഷൻ നാം അനുഭവിച്ചോ? സ്തോത്രം. ആ രക്ഷ സൗജന്യമായി തന്ന ദൈവത്തോട് നാം എമ്മാത്രം നന്ദിയുള്ളവരായിരുന്നു. ഈ രക്ഷയുടെ സന്തോഷവും സന്ദേശവും നമ്മൾ എന്തുമാത്രം മറ്റുള്ളവരുമായി പങ്കുവച്ചു എന്നിങ്ങനെ ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ, ദാനങ്ങൾ, നന്മകൾ, ഇവയെല്ലാറ്റിനും വേണ്ടി കർത്താവ് നമ്മോട് കണക്ക് ചോദിക്കും. നമുക്ക് ലഭിച്ച സമയം, നേരത്തെ തന്നെ ഒരു ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, ന്യായവിധിയുടെ തുടക്ക ദിവസങ്ങളിൽ തന്നെ, ടൈം ആൻഡ് റിസോഴ്സസ്, ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്ന ഓരോ റിസോഴ്സസ് ഉണ്ട്, സ്രോതസ്സുകളുണ്ട്. അതിൻ്റെ എല്ലാറ്റിൻ്റെയും കണക്ക് കർത്താവ് നമ്മോട് ചോദിക്കും. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രസംഗകരിൽ ആരോ ഒരാള് പറഞ്ഞ കാര്യമാണ്, നമുക്ക് സമയമില്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം സമയം ഇല്ലായിരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ, നമ്മുടെ അവരവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തന്നെ നമുക്കെതിരെ സാക്ഷ്യം പറയും. നമ്മുടെ മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, ഇന്റർനെറ്റ് കണക്ഷൻസ്, ഡേറ്റ കണക്ഷൻസ്, നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്, വാട്സാപ്പ് തുടങ്ങി അങ്ങോട്ട് ഓരോ ദിവസവും പുതിയത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളൊരു പക്ഷേ ഇതിലൊന്നിലും അരുതാത്തതൊന്നും ചെയ്യുന്നില്ലായിരിക്കാം. അശ്ലീലങ്ങളോ ചീത്തത്തരങ്ങളോ അശുദ്ധമായതോ ഒന്നും നമ്മൾ കാണുന്നും കേൾക്കുന്നും അതിനൊന്നിനും വേണ്ടി ഉപയോഗിക്കുന്നുമില്ലായിരിക്കും ഇതൊന്നും. പക്ഷേ ദൈവത്തോടൊപ്പം ചിലവഴിക്കേണ്ട നേരമാണ് നമ്മൾ ഈ വിധ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് കളയുന്നത്. ചിലപ്പോൾ നമ്മൾ ന്യൂസ് ആയിരിക്കും കാണുക, ചിലപ്പോൾ സ്പോർട്സ് ആയിരിക്കും. അതിലൊന്നും അശുദ്ധി എന്ന് പറയാനില്ല, പാപമെന്ന് പറയാനില്ല. പൊതുവെ ന്യൂസ് വായിക്കുന്നത്,
ഏത് ന്യൂസാണ് എന്താണ് നോക്കുന്നത് എന്നൊക്കെ ഉള്ളത് വേറെ കൂലങ്കഷമായിട്ട് പോകും. എന്നാൽ തന്നെ പക്ഷേ ദൈവത്തോടൊപ്പം ചിലവഴിക്കേണ്ട, ദൈവത്തിനായിട്ട് ചിലവഴിക്കേണ്ട ഈ രണ്ട് കാര്യങ്ങൾ, ദൈവത്തോടൊപ്പവും ദൈവത്തിനായും, വിത്ത് ഗാഡ് ആൻഡ് ഫോർ ഗാഡ് ചിലവഴിക്കേണ്ട സമയങ്ങളാണ് നമ്മൾ ഈ നിലകളിൽ ചിലവഴിക്കുന്നത് എങ്കിൽ തീർച്ചയായും ദൈവം നമ്മോട് കണക്ക് ചോദിക്കും. അതിനുവേണ്ടി നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കണം. പ്രവാചകൻ അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? സ്തോത്രം. അപ്പൊ ദൈവം നമ്മോട് കാര്യം തീർക്കുകയാണ്. നമുക്ക് തന്നതിൻ്റെയൊക്കെ കണക്കെടുപ്പ. എവിടെയും കണക്ക് കൊടുക്കണമല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്, സ്വന്തമായിട്ട് കട നടത്തുന്നവരാ. അതിന് ഏത് കടയും ആയിക്കൊള്ളട്ടെ, അവരെ ഒരു സാധനം വാങ്ങിയാൽ, ഞാൻ ഇന്ന് കടയിൽ പോയിട്ട് 1 രൂപ ഒന്നും വിലയില്ല, പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് അയാൾ 1 രൂപ മേടിച്ചെന്ന് മാത്രം. ഒരു പിൻ, ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ലോക്ക് നമ്മളൊക്കെ ഉപയോഗിക്കാറുള്ളതാ. പ്ലാസ്റ്റിക്കാ. അത് അത്യാവശ്യം വേണമെങ്കിൽ യാത്രയിലൊക്കെ ബാഗ് ലോക്ക് ചെയ്യാനോ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടേക്ക് ആണെങ്കിൽ ഈ പ്രാവ് കയറുന്നതിന് നെറ്റിടും, വല വിരിക്കും. ആ വല ജനലിനോട് ചേർത്ത് കെട്ടാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഒരു ലോക്ക്. ചുമ്മാ അതങ്ങോട്ട് കോർത്ത് പിടിച്ച് വലിച്ചാൽ മതി, തുറക്കാനൊക്കത്തില്ല. മുറിച്ചു മാറ്റാം, തുറക്കാൻ പറക്കത്തില്ല. ഞാൻ അത്തരം ഇവിടെ അത് ബൾക്കായിട്ട് കിട്ടും, എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാഞ്ഞുകൊണ്ട് ഞാൻ ലൂസായിട്ടുള്ളത് മേടിച്ച്. 1 രൂപ ഒന്നും ഇല്ല. ബൾക്കായിട്ട് മേടിച്ചാൽ എനിക്ക് ഒന്ന് 10 100 എണ്ണത്തിന് 10 20 രൂപ കൊടുത്താൽ മതി. അത്രയ്ക്ക് വിലയില്ലാത്ത സാധനം. അതിൽ ഞാൻ ഒരെണ്ണം ലൂസായിട്ട് വാങ്ങിച്ചിട്ടുകൂടെ ആ കടക്കാരൻ എഴുതി വെക്കുന്നു. ചിലരൊക്കെ ഉണ്ട്, ഞാൻ ചില ഈവൻ ക്രിസ്ത്യൻ ഓർഗനൈസേഷന്റെ തന്നെ, ക്രിസ്തീയ സംഘടനകളുടെ അവരുടെ കേന്ദ്രത്തിൽ നിന്നും കൊടുത്ത വാഹനങ്ങൾ, ആ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 കിലോമീറ്റർ പോയാൽ മതിയായിരിക്കും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ കയ്യിലൊരു ബുക്കുണ്ട്, അതിനകത്ത് അവർ എഴുതി വെക്കും, ഇന്നിടത്തേക്ക് ഇത്ര സമയം, ഇത്ര കിലോമീറ്റർ. 1 കിലോമീറ്റർ ഓടിച്ച് തിരിച്ചു വന്നു, എഴുതി വെക്കും തിരികെ വന്ന സമയം. ഓർഗനൈസേഷന്, സംഘടനയ്ക്ക് കൃത്യമായ കണക്ക് കൊടുക്കണം. എത്ര കിലോമീറ്റർ ഓടി, എവിടെ പോയി, എന്തിനു വേണ്ടി ഉപയോഗിച്ചു, കൊടുത്തേ പറ്റൂ. ചില സംഘടനകളെ എനിക്കറിയാം, ചില മിഷൻ ഓർഗനൈസേഷൻസ്, അവര് മിഷണറിമാർക്ക് റിപ്പോർട്ട്, ഡെയിലി റിപ്പോർട്ട്, മന്ത്ലി അല്ല ഡെയിലി റിപ്പോർട്ട് കൊടുക്കണമെന്ന്. രാവിലെ എഴുന്നേൽക്കുന്ന സമയം, എത്ര മണിക്ക് എഴുന്നേറ്റു, എഴുന്നേറ്റതിന് ശേഷം ഉറങ്ങുന്നത് വരെ എന്തൊക്കെ ചെയ്തു. പ്രധാനമായിട്ടും അവർ നോക്കുന്നത് എത്ര സമയം അവർ പ്രാർത്ഥിച്ചു, ബൈബിള് വായിച്ചു, സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നൊക്കെ ഉള്ളതാ. തിന്നാനും കുടിക്കാനും സാമൂഹിക മാധ്യമങ്ങളിലുമൊക്കെ എത്ര സമയം ചെലവഴിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള റിപ്പോർട്ടിങ്. സത്യസന്ധമായിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഡെയിലി റിപ്പോർട്ട്, ഭക്ഷണത്തിന്റെ വരെ, എന്താണ് അവർ കഴിച്ചതെന്ന് വരെ കൊടുക്കണം.
ആ സംഘടനയിലും ധാരാളം കർത്താവിൻ്റെ ദാസിദാസന്മാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരം. ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ മന്ത്ലി റിപ്പോർട്ടേ ഉള്ളൂ, മാസത്തിലൊരു റിപ്പോർട്ട്. എന്നാൽ അവർക്കതല്ല, ഡെയിലി. അവർ പണം ചിലവഴിച്ചത് എന്തിനാണെന്ന് വേണം. അവരുടെ സംഘടന അവർക്ക് കൊടുക്കുന്ന സഹായം കൂടാതെ മറ്റാരെങ്കിലും പൈസ തന്നാൽ 1 രൂപയെങ്കിൽ 1 രൂപ, 1 ലക്ഷമെങ്കിൽ 1 ലക്ഷം, അതിൻ്റെ കൃത്യമായ കണക്ക് കൊടുക്കണം. ഇവിടെ സംഘടനക്കാരെയും നേതാക്കന്മാരെയും ഒക്കെ പറ്റിക്കാം. പക്ഷേ അങ്ങനെയൊന്നും ദൈവത്തെ പറ്റിക്കാൻ ഏതായാലും പറ്റത്തില്ല. അപ്പോൾ ദൈവം നമ്മോട് ഈ സമയത്ത് കണക്ക് ചോദിക്കും. എല്ലാ ന്യായവിധികളിലും അങ്ങനെയാണെങ്കിലും വിശേഷിച്ച് വിശുദ്ധന്മാരുടെ വിധികൾ. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായാസനം, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നാം വെളിപ്പെട്ട് നമ്മുടെ ജീവിതത്തിലെ സകലത്തിനും കണക്ക് കൊടുക്കുക കൂടെ വേണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അന്ന് നമ്മൾ പറഞ്ഞ കാര്യമാണ്, എന്തെങ്കിലും അരുതായ്മകൾ സംഭവിച്ചു, പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടായി എങ്കിൽ സ്വയശോധനയുടെ ന്യായവിധിയെപ്പറ്റി നമ്മൾ കണ്ടു. രണ്ടാമത്തെ ഈ 7 ന്യായവിധികളിൽ രണ്ടാമത്തെ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ കണ്ടു. അതിൽ നാം സ്വയം ശോധന ചെയ്ത് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് ശുദ്ധീകരണം പ്രാപിക്കണം. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത കൊച്ചു പാപങ്ങൾ പോലും കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടും. ഈ വിധ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ല. ഇതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത് നാം ആരെയും വിധിക്കരുത് എന്ന്. Because we all are to be judged, the Bible strictly commands us not to judge others. റോമാലേഖനം 14-ാമത്തെ അധ്യായം 10 തൊട്ട് 12 വരെ നോക്കിക്കാട്ടെ. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സ്തോത്രം. നമുക്ക് മത്തായി 7:1 അറിയാം. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. Matthew 7:1, Romans 14:10-12, all these portions speak about we all will be judged, and therefore we are not supposed to be judges of others. നമ്മൾ മറ്റുള്ളവരെ വിധിക്കരുത്, കാരണം നാം എല്ലാവരും വിധിക്കപ്പെടേണ്ടവരാണ്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടേണ്ടതിനെ കുറിച്ച് ഇവിടെയെല്ലാം നമ്മൾ കാണും. അപ്പോൾ നമ്മൾ ഇത് കണ്ടു. ഈ വിശുദ്ധന്മാരുടെ ന്യായവിധി, എല്ലാ വിധികളിലും ന്യായാധിപൻ ഒരാൾ തന്നെ, ക്രിസ്തു. ദൈവവും മനുഷ്യനുമായ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ
ക്രിസ്തുവാണ് ന്യായാധിപൻ. ഇരിപ്പിടം ബീമാ സീറ്റ്. സമയം നമ്മൾ കണ്ടു. യേശു ക്രിസ്തു സഭയെ ചേർക്കാൻ മേഘങ്ങളിൽ വന്ന ശേഷം യേശു ക്രിസ്തു സഭയുമായി ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് ഭൂമിയിൽ മഹാപീഡനം നടക്കുന്ന സമയം. ആരെല്ലാം എന്ന് നമ്മൾ കണ്ടു, സബ്ജക്ട്സ് ആരൊക്കെ ആയിരിക്കും എന്ന്. സകല വിശുദ്ധന്മാരും, സകല വിശുദ്ധന്മാരും. അല്ലെങ്കിൽ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ള എല്ലാവരും. പർപ്പസ് എന്തിനു വേണ്ടി എന്ന് നമ്മൾ കണ്ടു? പ്രതിഫല വിഭജനത്തിനായിട്ട്. സ്തോത്രം. പ്രതിഫല വിഭജനത്തിനായിട്ട്. നമ്മള് യേശുക്രിസ്തുവിന്റെ ഈ ന്യായവിധിയുടെ സിംഹാസനങ്ങളുമായി ബന്ധപ്പെട്ട 3 സിംഹാസനങ്ങളെയാണ് കാണുന്നത്. നമ്മൾ ഈ ന്യായവിധിയിൽ എഴുതിയിട്ടുള്ളത്. ഒന്ന്, ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ന്യായാസനം അഥവാ ബീമാ സീറ്റ്. 2, നമ്മള് ജാതികളുടെ ന്യായവിധിയിൽ എഴുതിയ കണ്ട സിംഹാസനം, അതിന്റെ പേര് ദ ത്രോൺ ഓഫ് ഗ്ലോറി, തേജസിന്റെ സിംഹാസനം. 3-ാമത്തേതാണ് നാം വെളിപ്പാട് 20-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ കണ്ടത്, ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ, വലിയ വെള്ള സിംഹാസനം. ഇത് 3ഉം ക്രിസ്തുവാണ് ന്യായം വിധിക്കുവാൻ ഇരിക്കുന്ന സിംഹാസനങ്ങളെങ്കിലും 3ഉം വ്യത്യസ്തരായ സമൂഹങ്ങളുടെ ന്യായവിധിക്ക് വേണ്ടിയും വ്യത്യസ്ത ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയും ഉള്ളതാണെന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ല എങ്കിൽ ഇവിടെ ന്യായം വിധിക്കപ്പെടുന്നത് വിശുദ്ധന്മാരല്ല, പകരം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ ന്യായം വിധിക്കപ്പെടുന്നത് വിശുദ്ധന്മാരല്ല, അവരുടെ പ്രവർത്തികളത്രേ. വ്യത്യാസം മനസ്സിലായല്ലോ? ആദ്യം അല്പം കൺഫ്യൂഷൻ പോലെ തോന്നിക്കാണും. ഇത് വിശുദ്ധന്മാരുടെ ന്യായവിധി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ന്യായം വിധിക്കപ്പെടുന്നത് വിശുദ്ധന്മാരല്ലെന്നും കൂടെ പറഞ്ഞപ്പോൾ ചെറിയ സംശയം തോന്നുക സ്വാഭാവിക. അതായത് വിശുദ്ധന്മാർ, അതെ, ഇവിടെ ന്യായവിധിക്ക് വേണ്ടി വന്നു കൂടുന്നത് വിശുദ്ധന്മാർ മാത്രമാണ്. പക്ഷേ ഈ വിശുദ്ധന്മാരുടെ പ്രവർത്തികളെയാണ് കർത്താവ് ഇവിടെ വിധിക്കുന്നത്. കാരണം വിശുദ്ധന്മാർ ന്യായവിധി കടന്നുപോയവരാണ്. അവരുടെ ന്യായവിധി മുഴുവനും ആരിൽ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു? ക്രിസ്തുവിൽ. സകല മനുഷ്യരുടെയും ന്യായവിധി ക്രിസ്തുവിൽ, ശിക്ഷാവിധി, ന്യായവിധി എന്നതിനേക്കാൾ ശിക്ഷാവിധി ക്രിസ്തുവിൽ പൂർത്തിയായി. പക്ഷേ ആ ക്രിസ്തുവിനെ വിശ്വസിച്ച് വ്യക്തിപരമായി ഏറ്റുകൊള്ളുന്നവർ
അവർക്കും മാത്രമേ അതിൻ്റെ ഇഫക്റ്റ്, അതിൻ്റെ പ്രയോജനം ഉണ്ടാകും. അല്ലാത്തവർക്ക് അതിൻ്റെ പ്രയോജനമില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ വിശുദ്ധന്മാരെ വിധിക്കുന്നില്ല, പക്ഷേ അവരുടെ പ്രവർത്തികളെയാണ് വിധിക്കുന്നത്. പ്രവർത്തികളെയാണ്. അതാണ് നമ്മൾ 2 കൊരിന്ത്യർ 5:10 കാണുന്നത്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. നല്ലതാകിലും തീയതാകിലും. ഉദ്ദേശം നമ്മുടെ പ്രവർത്തികളെ വിധിക്കുക, പ്രതിഫലങ്ങളെ വിഭജിക്കുക. ഇവിടെ നമ്മുടെ പ്രവർത്തികളെയാണ് വിധിക്കുന്നത്. പ്രവർത്തികൾ 2 വിധമെന്ന് നാം അവിടെ നിന്ന് കാണുന്നു: നല്ലതും തീയതും. നല്ലതാകിലും തീയതാകിലും. പക്ഷേ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ചിന്തയിലും ഒക്കെ കടന്നു വരുന്നതായ പാപങ്ങളുണ്ടല്ലോ. ആ പാപങ്ങളെ അപ്പോഴപ്പോൾ നമ്മുടെ വസ്ത്രം അലക്കി വെളുപ്പിക്കുന്നത് പോലെ കർത്താവിന്റെ വചനത്താൽ നമ്മളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അനുതാപത്തോടുകൂടി അടുത്തിച്ചെന്ന് ദൈവത്തോട് പറയുമ്പോൾ ദൈവം നമ്മളോടത് ക്ഷമിക്കത്തില്ലേ. അപ്പൊ പിന്നീട് നമുക്ക് നമ്മൾ പ്രവർത്തി ചെയ്തെന്ന് ഇരിക്കട്ടെ, അപ്പോൾ അതിന് ശിക്ഷ എങ്ങനെയായിരിക്കും? ഒന്ന് യോഹന്നാൻ, നമുക്കറിയാവുന്ന 2 വാക്യങ്ങളാണ്. 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായം, അതിൻ്റെ 7-ാമത്തെയും 9-ാമത്തെയും വാക്യങ്ങൾ. 1 John 1:7 and 9. അവർ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. 2-ന്റെ 1ഉം 2ഉം കൂടെ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പേൻ. ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത് ഒരുത്തൻ പാപം ചെയ്തെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേത് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. സ്തോത്രം. ആന്റി ചോദിച്ചത് സാധാരണമായ വളരെ പ്രസക്തമായ ചോദ്യമാണ്. പാപം നിറഞ്ഞ ലോകത്തിൽ, പാപം വസിക്കുന്ന ജഡത്തിൽ നമ്മൾ ജീവിക്കുന്നു. എവിടെ നോക്കിയാലും പാപം, മിക്കവാറും ഒക്കെ എന്ത് കേട്ടാലും പാപം. അങ്ങനത്തെ ഒരു സ്ഥിതി. അറിയാതെയും അറിഞ്ഞുകൂടാതെയും മനസ്സോടും മനസ്സ് കൂടാതെയും നമ്മിൽ പാപങ്ങൾ സംഭവിക്കുന്നു. അപ്പം ഇത് സ്വാഭാവികമാണ്. അതിനാണ് യോഹന്നാൻ ഈ വാക്യങ്ങൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നാം പാപങ്ങളെ ഏറ്റുപറയണം. ഏറ്റുപറയുന്നു എങ്കിൽ അതിൻ്റെ കൂടെ സദൃശ്യവാക്യങ്ങൾ 28-ന്റെ 13 കൂടെ ചേർത്തോണം. പ്രൊവർബ്സ് 28:13. അവിടെ നമ്മൾ കാണുന്നു, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു എങ്കിൽ. അപ്പോൾ ഇവിടെ ഏറ്റുപറയുന്നു എന്ന് മാത്രമേ യോഹന്നാൻ പറയുന്നുള്ളെങ്കിലും അതിൻ്റെ അർത്ഥം ഏറ്റുപറഞ്ഞിട്ട് അത് തന്നെ ആവർത്തിക്കുക എന്നല്ല, ഉപേക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടിയുണ്ട്, ശുദ്ധീകരിക്കും. അതുപോലെ തന്നെ
2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇനി അഥവാ നിങ്ങളിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും പാപങ്ങൾ വന്നുപോയി എങ്കിൽ പിതാവായ ദൈവത്തിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ, കാര്യസ്ഥൻ, വക്കീൽ ഉണ്ട്, നമ്മുടെ കർത്താവ് യേശുവ. നമുക്കങ്ങ് ചെന്നാൽ മതി. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങൾ മറച്ചു വയ്ക്കാതെ അതാത് സമയങ്ങളിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ, കർത്താവിനോട് വീണ്ടും നാം അടുത്തു വന്നാൽ, നാം ഏറ്റുപറയുന്ന നിമിഷത്തിൽ തന്നെ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു, നമ്മിൽ നിന്നത് മാറ്റുന്നു. അത് കർത്താവിൻ്റെ ഈ ന്യായാസനത്തിന് മുമ്പാകെ വരുന്നില്ല. ആ പാപങ്ങളെ ഇവിടെ പരാമർശിക്കുന്നില്ല. അത് കർത്താവ് ക്ഷമിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്താൽ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കുന്ന മാധ്യമങ്ങളാണ്, ഏജൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ ആണ് ഇതെല്ലാം. യേശുവിൻ്റെ രക്തം, ദൈവത്തിൻ്റെ വചനം, യേശുവിൻ്റെ നാമം, പരിശുദ്ധാത്മാവ്, ദൈവം നമ്മെ കഴുകുന്നു. അപ്പം ഇതെല്ലാം ശുദ്ധീകരണ മാധ്യമങ്ങളാണ്. ഇവ കൂടാതെയാണ് ബാലശിക്ഷകൾ എന്ന മറ്റൊരു ശുദ്ധീകരണ പ്രക്രിയ കൂടെ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 1 കൊരിന്ത്യർ 11:31-32 വാക്യങ്ങളിൽ നിന്ന് കണ്ടിരുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകും. അപ്പൊ ബാലശിക്ഷകൾ. അപ്പോൾ പാപം, ഇന്നലെ അത് എബ്രഹാം ജോസഫ് പാസ്റ്റർ പറയുകയുണ്ടായി, പാപം നമ്മോട് ക്ഷമിച്ചു, പക്ഷേ പരിണിത ഫലങ്ങൾ ഒരുപക്ഷെ നമുക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം. പാപം ക്ഷമിച്ചാലും പരിണിത ഫലം, കോൺസിക്വൻസസ് നമുക്ക് നേരിട്ടേക്കാം. ദാവീദിന്റെ കാര്യം പറഞ്ഞത് കൃത്യമായ ഉദാഹരണമാണ്. ഉദാഹരണമല്ല, തെളിവാണ്. അവന്റെ പാപം ക്ഷമിച്ചു, അതുകൊണ്ട് അവൻ നിത്യതയ്ക്ക് അകന്നവനല്ല. ദാവീദ് നിത്യതയിൽ ഉണ്ടാവും. പക്ഷേ ഇന്നും 10,000 കൊല്ലം മുമ്പ് ദാവീദ് ചെയ്ത പാപം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിക്കുക. നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം ദാവീദ് ചെയ്ത പാപങ്ങൾ. പക്ഷേ പാപത്തിന്റെ കുറ്റം കർത്താവ് ക്ഷമിച്ചു. അപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ ലഭിച്ചാലും ചിലതിനൊക്കെ ദൈവം നമ്മെ എന്ത് ചെയ്യും? ജഡത്തിൽ ശിക്ഷിക്കും. അതിൻ്റെ പേരാണ് ബാലശിക്ഷ. അത് നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള പാപങ്ങൾ ഇവിടെ ഓർക്കുന്നതേ ഉള്ളൂ, കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട ശേഷവും വല്ല പാപങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർമ്മ വരുന്ന അപ്പോൾ തന്നെ ഓടി വന്നേക്കണം കുരിശിങ്കലേക്ക്. വേറെ എങ്ങോട്ടും പോകരുത്. യൂദായെപ്പോലെ വേറെ എങ്ങും ഓടരുത്. ക്രൂശിങ്കലേക്ക് ഓടിയേക്കണം. നമ്മൾ പാട്ട് പാടുന്നത് പോലെ, ഞാൻ വരുന്നു ക്രൂശിങ്കൽ, സാധു ക്ഷീണൻ കുരുടൻ, വേറെ എങ്ങും നമുക്ക് പോകാനില്ല. സ്തോത്രം. ദാവീദ് പറയുന്നുണ്ടല്ലോ,
ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ വീഴട്ടെ. അവൻ്റെ പക്കൽ ധാരാളം കരുണയുണ്ടല്ലോ. എത്ര അധമമായ പാപത്തിൽ നമ്മൾ വീണാലും, രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണേ, എത്ര പാപത്തിൽ നമ്മൾ വീണാലും ക്രൂശിങ്കലേക്ക് ഓടിച്ചെല്ലാവും. അപ്പാ, സംഭവിച്ചു, പക്ഷേ എനിക്ക് ഈ പാപത്തിൽ തുടരേണ്ട, എനിക്ക് ഈ പാപത്തിൽ ജീവിക്കേണ്ട, എനിക്കിതിൽ നിന്ന് മോചനം വേണം. Don't ever entertain or enjoy sin. പാപത്തെ ഒരിക്കലും നമ്മൾ താലോലിക്കരുത്. പാപത്തിൽ നമ്മൾ ഒരിക്കലും ആസ്വദിച്ച് തുടരരുത്. എങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മോട് ക്ഷമിക്കും, കർത്താവ് നമ്മെ കഴുകും, നമ്മെ വെടിപ്പാക്കും. സ്തോത്രം. പിശാചിന് അവകാശം പറവാനില്ലാത്തവരാക്കി നമ്മെ തീർക്കും. പഴയ നിയമത്തിൽ യോശുവ എന്ന മഹാപുരോഹിതനെ ചെയ്തതുപോലെ ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച് മഹാപുരോഹിതന്റെ വസ്ത്രത്തിൽ അഴുക്കുണ്ടാകാൻ പാടില്ല. അങ്ങനെ അഴുക്കുള്ള വസ്ത്രം ധരിച്ച് നിന്നതാണ് യോശുവ. വേറെ എങ്ങനത്തെയും അഴുക്കുമല്ല. മഹാപുരോഹിതൻ എന്ന നിലയിൽ യാഗപീഠത്തിലെ കരിയായിരുന്നു. പക്ഷേ അതിൻ്റെ കെയർ ഓഫിൽ പിശാച് അവനെ കുറ്റം വിധിക്കാൻ ചെന്നു. പക്ഷെ ദൈവം അവനെ ശാസിച്ചു. ദൈവം നിന്നെ ഭത്സിക്കട്ടെന്ന് പറഞ്ഞ്, യഹോവ നിന്നെ ഭത്സിക്കട്ടെന്ന് പറഞ്ഞ് സാത്താനെ ശാസിച്ചു വിട്ടു. എന്നിട്ട് ദൂതനോട് പറഞ്ഞു അവന്റെ വസ്ത്രം മാറ്റാൻ. വസ്ത്രം മാറ്റി. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ അഴുക്ക്, നമ്മുടെ വസ്ത്രം അഴുക്കാകുന്നത് കണ്ട് സാത്താൻ നമുക്കെതിരെ അപവാദം ചുമത്താൻ ചെന്നാലും നാം നമ്മുടെ പാപങ്ങളെ കർത്താവിനോട് സമ്മതിച്ചേറ്റു പറയുന്നെങ്കിൽ സാത്താനെ കർത്താവ് ശാസിച്ചു വിടും. നമുക്ക് കർത്താവ് പുതിയ വസ്ത്രം തരും. നമ്മെ അത് ശുദ്ധീകരിക്കും, കഴുകും. വചനവും യേശുവിൻ്റെ രക്തവും നാമവും പരിശുദ്ധാത്മാവും ഒക്കെ നമുക്കുണ്ട്. പോരാത്തതിന് ചിലപ്പോഴൊക്കെ ജഡത്തിൽ ശൂലം തന്നും ജഡത്തിൽ ബാലശിക്ഷ തന്നും നമ്മെ ശുദ്ധീകരിച്ച് നടത്തിക്കൊള്ളും. കർത്താവിനൊപ്പമുള്ള നിത്യത നഷ്ടമാകാൻ അങ്ങനെയും ദൈവം അനുവദിക്കില്ല. പക്ഷെ മോശയുടെ ജഡത്തിനോട് എന്തിനാ പിശാച് വാദിച്ചത്? ഒരു പക്ഷേ മോശയുടെ ഉയർപ്പിനെ തടസ്സപ്പെടുത്താനായിരിക്കും. മറ്റ് ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. മോശ കൊലപാതകനായിരുന്നു, അതുകൊണ്ടായിരുന്നെന്നും. പക്ഷെ പ്രധാനമായിട്ടും മോശയ്ക്ക് ദൈവം ഒരു അത്ഭുതകരമായ ഉയർത്തെഴുന്നേൽപ്പ് നൽകിയിട്ടുണ്ടെന്ന് കരുതാം നമുക്ക്. അതിന് പ്രധാനപ്പെട്ട തെളിവ് മറുരൂപമലയിൽ മോശ ഏലിയാവിനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഉയർപ്പ് പ്രാപിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ വചനപ്രകാരം അനുവാദമില്ല. അപ്പം അവനെ എവിടെ അടക്കിയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ എന്ന് പഴയ നിയമത്തിൽ ആവർത്തനത്തിൽ എഴുതിയിരിക്കുന്നതും, മോശയുടെ ശരീരത്തിനു വേണ്ടി പിശാച് വാദിച്ചുവെന്ന് യൂദ പറഞ്ഞിരിക്കുന്നതും, ഏലിയാവിനോടൊപ്പം മരുരൂപമലയിൽ മോശയും പ്രത്യക്ഷപ്പെട്ടു എന്ന് സുവിശേഷകന്മാർ പറഞ്ഞിരിക്കുന്നതും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ മോശയ്ക്ക് ദൈവം ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന നിലയിൽ, ഒരു പ്രത്യേക പരിഗണന എന്ന നിലയിൽ മരിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം അവനെ ഉയർപ്പിച്ചു. ആ ഉയർപ്പിനെ തടയാനായിരിക്കാം പിശാച് അവിടെ വാദിച്ചത്. അത് 1 തെസ്സലോനിക്കർ 4:16 ബന്ധപ്പെടുത്തിയാൽ നമ്മുടെ ഉയർപ്പും ഉൽപ്രാപണവും നടക്കുമ്പോഴും പ്രധാന ദൂതനെ കാണാം.
ഇതേ ലക്ഷ്യത്തോടു കൂടെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അപ്പൊ ജഡത്തിനോട് പിശാചിനൊരു അവകാശവാദം ഉണ്ടായേക്കാം. പക്ഷേ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചുവെങ്കിൽ പിശാചിന്റെ അവകാശത്തിനും അവിടെ യാതൊരു പ്രസക്തിയുമില്ല. അവൻ അവകാശം പറയും. മാസ്റ്റർ, ജോഷുവയുടെ വസ്ത്രം, അത് വസ്ത്രമായിരുന്നത് അക്ഷരികമാണോ അതോ ജീവിതമായിരുന്നു? അക്ഷരീകമായിരുന്നു. ജീവിതത്തിൽ അശുദ്ധി പറ്റിയില്ല. യാഗപീഠത്തിലെ കരിയായിരുന്നുവെന്നാണ് സെഖരിയാവ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നാം പാപത്തിൽ ഒരിക്കലും തുടരാതെ ഓരോ ദിവസവും വചനത്താലും രക്തത്താലും ആത്മാവിനാലും ഒക്കെയുള്ള ശുദ്ധീകരണം പ്രാപിച്ച് നമുക്ക് നൽകപ്പെട്ട സകലത്തിലും കണക്ക് കൊടുക്കാൻ തയ്യാറായി നൽകപ്പെട്ട എല്ലാം കൊണ്ടും നിത്യതയിൽ നിക്ഷേപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് പോകുവാനായി നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.